നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച നിയമസഭാ കവാടത്തിൽ 3 പ്രതിപക്ഷ MLA-മാരുടെ സത്യഗ്രഹം ഇന്ന് 3ാം ദിവസത്തിലേക്ക് കടക്കും. VS ശിവകുമാർ, പാറയ്ക്കൽ അബ്ദുള്ള, ഡോക്ടർ N ജയരാജ് എന്നിവരാണ് സത്യഗ്രഹം തുടരുന്നത്. MLA-മാരുടെ സത്യഗ്രഹം തുടരുന്ന സാഹചര്യത്തിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമാവാനാണ് സാധ്യത. മന്ത്രി KT ജലീലിനെതിരായ ബന്ധുനിയമന വിവാദത്തിൽ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം നിയമസഭാ നടപടികൾ ബഹിഷ്കരിച്ചിരുന്നു. പ്രളയാനന്തര പുനർനിർമ്മാണത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചേക്കും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ സംഘടിപ്പിക്കുന്ന രാപ്പകൽ സമരം തുടരുന്നു. ശബരിമലയിൽ നിന്ന് നിരോധനാജ്ഞ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇന്ന് രാവിലെ 10 മണിക്ക് സമരം അവസാനിക്കും. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് മൈതാനിയിലാണ് രാപ്പകൽ സമരം. ശബരിമല വിഷയത്തിലെ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് BJP നടത്തുന്ന ഉപവാസ സമരം 3ാം ദിവസവും തുടരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ നടത്തുന്ന ഉപവാസ സമരത്തിൽ മുതിർന്ന നേതാക്കളടക്കം നിരവധി ആളുകൾ എത്തുന്നുണ്ട്. കേന്ദ്ര നേതാക്കളെ ഉൾപ്പെടെ സമരപന്തലിലെത്തിച്ച് പ്രതിഷേധം ശക്തമാക്കാനാണ് BJP ശ്രമം. ഇന്നലെ O രാജഗോപാൽ MLA-യും MP സുരേഷ് ഗോപിയും സമരത്തിന് പിന്തുണയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിലെത്തിയിരുന്നു. K സുരേന്ദ്രനെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കുക, ശബരിമലയിലെ പോലീസ് നിയന്ത്രണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ശബരിപാതയിലും സന്നിധാനത്തും നിരോധനാജ്ഞ 4 ദിവസത്തേക്ക് കൂടി നീട്ടി നിരോധനാജ്ഞ ഈ മാസം 8 വരെ തുടരും. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ പത്തനംതിട്ട ജില്ലാ കളക്ടറുടേതാണ് തീരുമാനം. ഭക്തർക്ക് സംഘം ചേരുന്നതിനും ദർശനം നടത്തുന്നതിനും നിരോധനാജ്ഞ ബാധകമല്ല. ഇലവുങ്കൽ മുതൽ സന്നിധാനം വരെ 4 ഇടങ്ങളിലാണ് നിരോധനാജ്ഞ. ജില്ലാ പോലീസ് മേധാവിയുടെയും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരുടെയും റിപ്പോർട്ട് പരിഗണിച്ചാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. VS സർക്കാരിന്റെ കാലത്ത് വിട്ടുകൊടുത്ത കളമശ്ശേരിയിലെ വിവാദ HMD ഭൂമി അദാനിയുടെ ഉടമസ്ഥതയിലേക്ക്. ഭൂമിയുടെ ഉടമസ്ഥരായ ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സിന്റെ ഓഹരികൾ അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയതോടെയാണ് കൊച്ചിയുടെ ഹൃദയഭാഗത്തെ കോടികൾ വില വരുന്ന ഭൂമി അദാനിക്ക് സ്വന്തമാകുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച HMD ഭൂമി ഇടപാട് പുതിയ വഴിത്തിരിവിലേക്ക്. വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണ ചുമതലയുള്ള അദാനി ഗ്രൂപ്പാണ് കൊച്ചി കളമശ്ശേരിയിലുള്ള 70 ഏക്കർ സ്ഥലം സ്വന്തമാക്കിയിരിക്കുന്നത്. വ്യവസായിക ആവശ്യത്തിന് മാത്രമേ ഈ ഭൂമി ഉപയോഗിക്കാവൂ എന്ന് സുപ്രീം കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. അതിനാൽ ഭൂമി കൈമാറ്റം നടത്താതെ ഭൂമിയുടെ ഉടമസ്ഥരായ ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സിനെ അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കുകയായിരുന്നു. അതെ, ഇപ്പോൾ ഈ ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സിന്റെ മോസ്റ്റ് ഓഫ് ദ ഷെയർ ഇപ്പോൾ അദാനി ഗ്രൂപ്പിന് കൈമാറിയിരിക്കുകയാണ്. ഇനി ആ കമ്പനിയുടെ നിയന്ത്രണം അദാനി ഗ്രൂപ്പിനായിരിക്കും. ബ്ലൂ സ്റ്റാർ ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരായി അദാനി ഗ്രൂപ്പിന്റെ ഡയറക്ടർ ജഗന്നാഥ റാവു ഗുഡേന, അദാനി വിഴിഞ്ഞം പോർട്ട് MD രാജേഷ് ദ, അദാനി പോർട്ട് കമ്പനി സെക്രട്ടറി കമലേഷ് ഭാഗ്യ എന്നിവർ ചുമതലയേറ്റു. VS സർക്കാരിന്റെ കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് 70 ഏക്കർ HMD ഭൂമി ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സിന് കൈമാറിയത് വിവാദമായിരുന്നു. സൈബർ സിറ്റിയുടെ പേരിൽ നടന്നത് റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നായിരുന്നു കോൺഗ്രസിന്റെ അന്നത്തെ ആരോപണം. ഇത്രയും വർഷമായിട്ട് എന്തായാലും അവിടെ ഒരു സൈബർ പാർക്ക് ഉണ്ടായില്ലല്ലോ. ഇത്രയല്ല, സൈബർ പാർക്ക് തുടങ്ങുന്ന പറയുന്ന കമ്പനി അത് മറ്റൊരു കമ്പനിക്ക് വിറ്റിട്ട് പോവുകയും ചെയ്തു. ഭൂമി കൈമാറ്റത്തിന് പിന്നിൽ വ്യവസായ മന്ത്രിയായിരുന്ന എളമരം കരീമാണെന്ന് ആരോപണമുയർന്നിരുന്നു. ഹൈക്കോടതിയും സുപ്രീം കോടതിയും പിന്നീട് ഭൂമി കൈമാറ്റം അംഗീകരിച്ചതോടെയാണ് വിവാദം കെട്ടടങ്ങിയത്. എന്നാൽ സെന്റിന് 1.34 ലക്ഷത്തിന് വാങ്ങിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വൻ വിലയ്ക്ക് കൈമാറുമ്പോൾ ഈ ഭൂമി കൈമാറ്റം വീണ്ടും സംശയത്തിന്റെ നിഴലിൽ ആവുകയാണ്. N ശ്രീനാഥ്, ന്യൂസ് 18, കൊച്ചി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിനെ അർദ്ധരാത്രിയോടെ ദുബായിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചു. CBI ആസ്ഥാനത്ത് എത്തിച്ച് ചോദ്യം ചെയ്ത മിഷേലിനെ ഇന്ന് പട്യാല ഹൌസ് കോടതിയിൽ ഹാജരാക്കും. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാത്രി 11ഓടെയാണ് മിഷേലിനെ ന്യൂഡൽഹിയിൽ എത്തിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ദുബായ് നീതിന്യായ മന്ത്രാലയമാണ് മിഷേലിനെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത്. ക്രിസ്റ്റ്യൻ മിഷേലിനെ ഏറ്റുവാങ്ങാനായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഒരാഴ്ചയായി ദുബായിൽ തങ്ങുകയായിരുന്നു. ഡൽഹിയിലെത്തിച്ച മിഷേലിനെ ഉടൻ തന്നെ CBI ആസ്ഥാനത്തേക്ക് മാറ്റുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. CBI ജോയിന്റ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള സംഘമാണ് പ്രതിയുമായി എത്തിയത്. UPA ഭരണകാലത്ത് ഇറ്റലി ആസ്ഥാനമായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനിയിൽ നിന്ന് 3600 കോടി രൂപ മുടക്കി 12 ഹെലികോപ്റ്ററുകൾ വാങ്ങിയതിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും നേതാക്കളും കോഴ കൈപ്പറ്റി എന്നാണ് കേസ്. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോഴാണ് വിവാദം ഉയർന്നതും അന്വേഷണം തുടങ്ങിയതും. വെസ്റ്റ്ലാൻഡ് കമ്പനിക്ക് വേണ്ടി ഇന്ത്യൻ നേതാക്കളെ സ്വാധീനിക്കാൻ ഇടനിലക്കാരനായത് ക്രിസ്റ്റ്യൻ മിഷേൽ ജെയിംസ് ആണെന്ന് CBI കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ദുബായിൽ അറസ്റ്റിലായ മിഷേലിനെ വിട്ടുകിട്ടാൻ 1 വർഷമായി ഇന്ത്യ നടത്തിവന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
രാജസ്ഥാൻ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പരസ്യ പ്രചരണം ഇന്ന് സമാപിക്കും. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഇരു സംസ്ഥാനങ്ങളിലും കൊട്ടിക്കലാശം ശക്തി പ്രകടനമായി മാറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന നിയമസഭാ പോരാട്ടത്തിന്റെ അവസാന ഘട്ടമാണ് രാജസ്ഥാനിലും തെലങ്കാനയിലും. വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് ഇരു സംസ്ഥാനങ്ങളിലും തിരശ്ശീല വീഴുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും നേരിട്ടായിരുന്നു അവസാന ലാപ്പിൽ വാക്പോരിന് നേതൃത്വം നൽകിയത്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ, മറ്റ് കേന്ദ്രമന്ത്രിമാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവരെ രാജസ്ഥാനിലും തെലങ്കാനയിലും ബി.ജെ.പി. പ്രചരണ പരിപാടികളിൽ അണിനിരത്തി. രാഹുൽ ഗാന്ധിയായിരുന്നു കോൺഗ്രസിന്റെ മുഖം. മുതിർന്ന നേതാവ് അശോക് ഗെഹ്ലോട്ടും ജനകീയ നേതാവ് സച്ചിൻ പൈലറ്റും രാജസ്ഥാനിൽ പ്രചാരണം നയിച്ചു. തെലങ്കാനയിൽ ടി.ആർ.എസിന് വേണ്ടി ഉപമുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവാണ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. കോൺഗ്രസിന്റെ തീപ്പൊരി യുവ നേതാവ് രേവൻ റെഡ്ഡി, ടി.ഡി.പി. നേതാവ് ചന്ദ്രബാബു നായിഡു എന്നിവരും തെലങ്കാനയെ ഇളക്കിമറിച്ചു. രാജസ്ഥാനിൽ 200 നിയമസഭാ സീറ്റിലേക്കും തെലങ്കാനയിൽ 119 സീറ്റിലേക്കുമാണ് വോട്ടെടുപ്പ്. കെ.പി. അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെതിരെ അലോക് വർമ്മ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം തുടരും. CBI ഡയറക്ടറെ നീക്കാൻ പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ അനുമതി നിർബന്ധമാണോ എന്നാണ് കോടതി പരിശോധിക്കുന്നത്. നിയമം നടത്തുന്നത് കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് അനുമതി ആവശ്യമില്ലെന്നാണ് സർക്കാർ വാദം. അലോക് വർമ്മയ്ക്ക് എതിരായ ആരോപണങ്ങളിൽ CVC നൽകിയ റിപ്പോർട്ടിൽ ആവശ്യമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി തേടുമെന്ന് ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. ഗോവധത്തിന്റെ പേരിൽ ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹറിൽ നടന്ന കലാപത്തിൽ അന്വേഷണ സംഘം ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചേക്കും. പ്രദേശത്ത് കനത്ത സുരക്ഷ തുടരുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കും. രാജ്യത്തെ ഞെട്ടിച്ച ബുലന്ദ് ഷഹർ കൊലക്കേസിൽ 27 പേരെയാണ് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇതിൽ 5 പേർ അറസ്റ്റിലായി. മുഖ്യപ്രതിയും ബജരംഗദൾ പ്രവർത്തകനുമായ യോഗേഷ് രാജ് ഒളിവിലാണ്. 6 സംഘങ്ങളായി തിരിഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്നലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി. സുബോധ് കുമാർ സിംഗിന്റെ മുഖത്ത് കണ്ണിനു താഴെയായി തുളച്ചുകയറിയ വെടിയുണ്ടയാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ജനക്കൂട്ടത്തിന്റെ രോഷം സ്വാഭാവികമായിരുന്നില്ലെന്ന സംശയം ഉയർന്നിട്ടുണ്ട്. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് പ്രത്യേക സംഘം വിശദമായി അന്വേഷിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് പോലീസ് സംഘടനകൾ രംഗത്തെത്തി. പശു ഇറച്ചി കൈവശം വെച്ചുവെന്നാരോപിച്ച് ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലഖിനെ ആൾക്കൂട്ടം ആക്രമിച്ചു കൊലപ്പെടുത്തിയ കേസിൽ തെളിവുണ്ടാക്കിയത് കൊല്ലപ്പെട്ട സുബോധ് കുമാർ സിംഗ് ആയിരുന്നു. ദാദ്രി കേസുമായി കൊലപാതകത്തിന് ബന്ധമുണ്ടെന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗൂഢാലോചനയുണ്ടായെന്നും സുബോധിന്റെ കുടുംബാംഗങ്ങൾ ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 50 ലക്ഷം രൂപയുടെ ധനസഹായമല്ല, കുറ്റവാളികളെ പിടികൂടുകയാണ് ആവശ്യമെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിക്കും DGPക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18, ഡൽഹി. സാമ്പത്തിക വർഷത്തിലെ 3ാം പാദത്തിലെ വായ്പാ നയം റിസർവ് ബാങ്ക് ഇന്ന് പ്രഖ്യാപിക്കും. 3 ദിവസം നീണ്ടുനിന്ന അവലോകന യോഗത്തിന് ശേഷമാണ് നയപ്രഖ്യാപനം നടക്കുക. അടിസ്ഥാന പലിശ നിരക്കുകളിൽ റിസർവ് ബാങ്ക് മാറ്റം വരുത്തില്ലെന്നാണ് സൂചന. കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും തമ്മിലുള്ള അധികാര തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് റിസർവ് ബാങ്കിന്റെ പണനയ സമിതിയുടെ യോഗം ചേരുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമായ GSAT-11 വിക്ഷേപിച്ചു. ഫ്രാൻസിലെ ഗോയിന സ്പേസ് സെന്ററിൽ നിന്നാണ് ISRO GSAT-11 വിക്ഷേപിച്ചത്. 5854 കിലോഗ്രാമാണ് GSAT-11ന്റെ ഭാരം. സമയം പുലർച്ചെ 2:07 GSAT-11നും സൗത്ത് കൊറിയയുടെ ജിയോ സാറ്റലൈറ്റുമായി ഏരിയൻ 5 എന്ന എയ്റോസ്പേസ് വിക്ഷേപിച്ചത്. രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് GSAT-11നുള്ളത്. ഡാറ്റ ട്രാൻസ്ഫർ വേഗത സെക്കൻഡിൽ 14 GB വരെ ആക്കുകയാണ് ലക്ഷ്യം. നേരത്തെ ഈ വർഷം ആദ്യം ഉപഗ്രഹം വിക്ഷേപിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക തകരാറുണ്ടോ എന്ന സംശയത്തെ തുടർന്ന് വിക്ഷേപണം നീട്ടുകയായിരുന്നു. ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റായ ഹൈസിസ് വിക്ഷേപിച്ച് 6 ദിവസത്തിനുള്ളിൽ ഭാരമേറിയ ഉപഗ്രഹമായ GSAT വിക്ഷേപിക്കാനായത് അഭിമാനകരമായ നേട്ടമാണെന്ന് ISRO ചെയർമാൻ K. ശിവൻ പറഞ്ഞു. സംസ്ഥാനത്ത് ആയിരക്കണക്കിന് ആളുകൾ സർഫേസി നിയമപ്രകാരം ജപ്തി ഭീഷണിയിൽ. ജപ്തി നോട്ടീസ് ലഭിച്ചവരിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് വയനാട്ടിലാണ്. സാധാരണക്കാരുടെ കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ സർഫേസി നിയമം പ്രയോഗിക്കുന്നതിനെതിരെ നിയമസഭ പ്രമേയം പാസാക്കിയിട്ടും ഫലമുണ്ടായില്ല. കർഷക ആത്മഹത്യകളുടെ നാടായ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജപ്തി ഭീഷണി നേരിടുന്നത്. കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ പാവങ്ങളെ ബലിയാടാക്കി സർഫേസി നിയമം പ്രയോഗിക്കരുതെന്നായിരുന്നു 2017 LDF സർക്കാരിന്റെ നിയമസഭാ പ്രമേയം. അതിനുശേഷവും സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ സർഫേസി പ്രകാരം നോട്ടീസ് അയച്ചു.
വയനാട്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലുള്ള നിരവധി കുടുംബങ്ങൾ ജപ്തി ഭീഷണിയിലാണ്. ഇതിനിടെ 2018 ജൂലൈയിൽ കുറ്റ്യാടിയിലും ജപ്തി നടന്നു. മഴക്കെടുതിയെ തുടർന്ന് ദുരിതബാധിത വില്ലേജുകളിൽ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ബാങ്കുകൾ കർഷകദ്രോഹം തുടരുകയാണ്. മൊറട്ടോറിയം സംബന്ധിച്ച റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് അട്ടിമറിച്ചിട്ടും സർക്കാർ ഇടപെടുന്നില്ല. വിദർഭ മാതൃകയിൽ കാർഷിക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നുള്ള കർഷകരുടെ ആവശ്യവും വനരോധനമായി തുടരുകയാണ്. സർഫേസി നിയമപ്രകാരം സാധാരണക്കാരെ വേട്ടയാടരുതെന്ന് കാണിച്ച് നിയമസഭ പ്രമേയം പാസാക്കിയെങ്കിലും ബാങ്കുകൾ ഇത് അവഗണിച്ചിരിക്കുകയാണ്. കേരളം പ്രളയത്തെ അതിജീവിക്കുന്നതിനിടെ കർഷകർക്കുൾപ്പെടെ ഇപ്പോഴും ജപ്തി നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. തനിക്കെതിരെ നടന്ന സൈബർ ആക്രമണത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ പോലീസ് നടപടി ആവശ്യപ്പെട്ട് DGPക്ക് വീണ്ടും കത്തയക്കും. സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ നടപടി കർശനമാക്കണമെന്നും ജോസഫൈൻ ആവശ്യപ്പെട്ടു. ഫേസ്ബുക്കിലൂടെ തന്നെ അധിക്ഷേപിച്ച സംഭവത്തിൽ പോലീസ് നടപടി ഉണ്ടാകാത്തതിലാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ അതൃപ്തി പ്രകടിപ്പിച്ചത്. DGPക്ക് ഉൾപ്പെടെ നേരിട്ട് പരാതി നൽകിയിട്ടും ഒരാളെ പോലും അറസ്റ്റ് ചെയ്തില്ല. നടപടി ആവശ്യപ്പെട്ട് DGPക്ക് വീണ്ടും കത്തയക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി. നിയമം നടത്താൻ അധികാരമുള്ളവർ ഉണർന്ന് പ്രവർത്തിക്കണം. ആർഡിഒമാർ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ശക്തമായ നിലപാടെടുക്കണം. അതുപോലെ പോലീസും ഇക്കാര്യത്തിൽ അവരുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അവർക്കും ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. ശബരിമലയിലെ സ്ത്രീപ്രവേശം, കുംഭസാരം എന്നിവയിലെ അഭിപ്രായ പ്രകടനത്തിന് പിന്നാലെയായിരുന്നു നേരത്തെ MC ജോസഫിനെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. നിയമങ്ങൾ ദുർബലമാകരുതെന്നും നിയമങ്ങൾക്ക് പല്ലും നഖവും ഉണ്ടാകണമെന്നും MC ജോസഫൈൻ പറഞ്ഞു. ന്യൂസ് 18, കോഴിക്കോട്. വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്ന് മുതൽ വലിയ വിമാനങ്ങൾ സർവീസ് തുടങ്ങും. സൗദി എയർലൈൻസിന്റെ വലിയ വിമാനം രാവിലെ 11 മണിക്ക് കരിപ്പൂരിൽ പറന്നിറങ്ങും. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം നവീകരിച്ച് 4 വർഷത്തിനു ശേഷമാണ് വലിയ വിമാനങ്ങൾ സർവീസ് പുനരാരംഭിക്കുന്നത്. സൗദി എയർലൈൻസിന്റെ ജിദ്ദ, റിയാദ് സർവീസാണ് തുടങ്ങുന്നത്. ജിദ്ദ സർവീസ് 4 ദിവസവും റിയാദ് സർവീസ് 3 ദിവസവും ഉണ്ടാകും. ആദ്യ വിമാനം ഇന്ന് രാവിലെ 11:10 കരിപ്പൂരിൽ ഇറങ്ങും. 1:10 ജിദ്ദയിലേക്ക് വിമാനം പുറപ്പെടും. അതേസമയം കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യയുടെ വലിയ വിമാനങ്ങൾ എന്ന് സർവീസ് തുടങ്ങുമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഉടൻ സർവീസ് തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായി PK കുഞ്ഞാലിക്കുട്ടി MP അറിയിച്ചു. കഴിഞ്ഞ ഗവേണിംഗ് ബോഡി മീറ്റിംഗിൽ എയർ ഇന്ത്യയുടെ പ്രതിനിധി പറഞ്ഞത് ഏതാനും ദിവസങ്ങൾക്കകം സാങ്ഷൻ കിട്ടും എന്നാണ്. ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം എയർ ഇന്ത്യക്ക് വിമാനങ്ങളുടെ ഒരു കുറവുണ്ടെങ്കിലും ശരി, അവർ പെർമിഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും ഫ്ലൈറ്റുകളൊക്കെ റീഷെഡ്യൂൾ ചെയ്ത് എയർ ഇന്ത്യ അടുത്ത് തന്നെ വരും. റൺവേ നവീകരണത്തിന്റെ പേരിലാണ് 4 വർഷം മുമ്പ് കരിപ്പൂരിൽ വലിയ വിമാനങ്ങളുടെ സർവീസ് നിർത്തിയത്. റൺവേ നവീകരണം പൂർത്തിയായെങ്കിലും പിന്നീട് വലിയ വിമാനങ്ങൾ ഇറങ്ങിയില്ല. മലബാർ ഡെവലപ്മെന്റ് ഫോറം, MK രാഘവൻ MP എന്നിവരുടെ നിരന്തര ഇടപെടലിനൊടുവിലാണ് വലിയ വിമാനങ്ങൾ സർവീസ് പുനരാരംഭിക്കുന്നത്. ന്യൂസ് 18, കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിൽ. വിവിധ വേദികളിലേക്കുള്ള അധ്യാപകരുടെ വിന്യാസം പൂർത്തിയായി. 29 വേദികളിലായി പരിശീലനം ലഭിച്ച 400 അധ്യാപകർക്കാണ് ചുമതല. 3 ദിവസം നീളുന്ന ആവേശത്തിന്റെ കലാമേള, 29 പരം വേദികൾ, 12,000-ഓളം കുട്ടികൾ. സമയബന്ധിതമായി മത്സരങ്ങൾ പൂർത്തിയാക്കുക എന്നത് വെല്ലുവിളിയാണ്. മത്സരങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുന്നത് പരിശീലനം നേടിയ ഈ 400 അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്രാവശ്യം ഇത്ര ശ്രമകരമായ ജോലി 3 ദിവസത്തിനുള്ളിൽ 30 വേദികൾക്കകത്ത് നിന്നുകൊണ്ട് എല്ലാ മത്സരങ്ങളും കംപ്ലീറ്റ് സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയായി ഈ കമ്മിറ്റി സ്വീകരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഹാളിൽ കാണുന്ന ഊർജ്ജസ്വലമായിട്ടുള്ള നമ്മുടെ അധ്യാപകരുടെ സാന്നിധ്യം ഒരു കാര്യം ഉറപ്പു നൽകുന്നുണ്ട്. ഈ കഴിഞ്ഞ കലോത്സവത്തിനെ വളരെ കമ്മിറ്റ്മെന്റോടുകൂടി ഈ പ്രോഗ്രാം ഭംഗിയായി നടപ്പിലാക്കാൻ കഴിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഉദ്ഘോഷിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് എന്നുള്ളതിൽ സംശയമില്ല. സ്റ്റേജ് മാനേജർ, അനൗൺസർ, ടൈം കീപ്പർ, 2 ഒഫീഷ്യലുകൾ എന്നിവരടക്കം 5 അധ്യാപകർക്ക് വീതമാണ് ഓരോ വേദിയുടെയും ഉത്തരവാദിത്തം. രാവിലെ 8 മണിക്ക് തന്നെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ മുഴുവൻ അധ്യാപകരും റിപ്പോർട്ട് ചെയ്യണം. പിന്നീട് വേദികളിലേക്ക്. കൃത്യം 9-ന് മത്സരങ്ങൾ ആരംഭിക്കണം. 2 ഷിഫ്റ്റുകളായാണ് ചുമതല. ആദ്യ ടീം രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ്. വൈകിട്ട് 4 മുതൽ മത്സരം അവസാനിക്കുന്നത് വരെയാണ് അടുത്ത സംഘത്തിന്റെ ചുമതല. ന്യൂസ് 18, ആലപ്പുഴ. ശബരിപാതയിലും സന്നിധാനത്തും നിരോധനാജ്ഞ 4 ദിവസത്തേക്ക് കൂടി നീട്ടി. നിരോധനാജ്ഞ ഈ മാസം 8 വരെ തുടരും. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെയാണ് തീരുമാനം. ഭക്തർക്ക് സംഘം ചേരുന്നതിനും ദർശനം നടത്തുന്നതിനും നിരോധനാജ്ഞ ബാധകമല്ല. ഇലവങ്കൽ മുതൽ സന്നിധാനം വരെ 4 നിരോധനാജ്ഞ. രാകേഷ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. രാകേഷ്, വിവരങ്ങൾ.
രഞ്ജിത്ത്, ഇന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാണപ്പെടുന്ന അതിന് സമാനമായ തിരക്ക് തന്നെയാണ് ഇന്നും സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു നിരോധനാജ്ഞ അവസാനിക്കേണ്ട തീയതി. അത് പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം അത് 4 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. 8-ാം തീയതി വരെ നിരോധനാജ്ഞ തുടരണമെന്നാണ് പോലീസിന്റെ നിലപാട്. ഇത് പോലീസിന്റെ റിപ്പോർട്ടും സന്നിധാനത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ റിപ്പോർട്ടും അംഗീകരിച്ചുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ജില്ലാ ഭരണകൂടം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 8-ാം തീയതി വരെ നിരോധനാജ്ഞ തുടരാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സന്നിധാനത്തുണ്ടായ ഭക്തജന തിരക്ക് കാണിക്കയിലും നടവരവിലും പ്രതിഫലിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കാരണം തിങ്കളാഴ്ച കാണിക്കയിൽ മാത്രം 1,05,00,000 രൂപയാണ് ലഭിച്ചത്. അതേപോലെ തന്നെ അപ്പം, അരവണ എന്നിവയുടെ വിൽപ്പനയിലും ഇത് പ്രതിഫലിക്കുകയുണ്ടായി. ഇനി വരും ദിവസങ്ങളിലും ഇതേ തിരക്ക് തന്നെ വർദ്ധിക്കുകയാണ്. തിരക്കിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശബരിമല വീണ്ടും മണ്ഡലകാലത്തിന്റെ പഴയ തിരക്കുകളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് പറയാൻ കഴിയും. അതുപോലെ തന്നെ ശബരിമലയിലേക്ക് ഹൈക്കോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘം ഇന്നും തെളിവെടുപ്പ് തുടരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന രഞ്ജിത്ത്. ശരി രാകേഷ്. സന്നിധാനത്തെ ആശുപത്രിയിൽ അത്യാധുനിക സംവിധാനങ്ങളുമായി ആരോഗ്യവകുപ്പ് 5 രോഗികളെ ഒരേ സമയം ചികിത്സിക്കാൻ കഴിയുന്ന ആധുനിക ICU ആണ് ആശുപത്രിയുടെ പ്രത്യേകത. ഈ വർഷം തന്നെ ഇവിടെ ലിഫ്റ്റ് സൗകര്യവും നിലവിൽ വരും. തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശുപത്രി നവീകരിച്ചത്. ഗുരുതരാവസ്ഥയിലായ രോഗികളെ പമ്പയിലെത്തിച്ചായിരുന്നു നേരത്തെ ചികിത്സ. ഇതിനുള്ള കാലതാമസം ഒഴിവാക്കാനാണ് ICU അടക്കമുള്ള സംവിധാനങ്ങൾ സന്നിധാനത്തെ ആശുപത്രിയിൽ സ്ഥാപിച്ചത്. സന്നിധാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഇത്രയും നല്ല ഒരു സംവിധാനം ആരോഗ്യവകുപ്പിന് ഇവിടെ ചെയ്യാൻ സാധിച്ചതിൽ, അത് രോഗികൾക്ക്, അയ്യപ്പനൊക്കെ സമർപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഹൃദ്രോഗബാധിതരായ തീർത്ഥാടകരുടെ ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന ഉപകരണങ്ങളാണ് ICUവിന്റെ പ്രത്യേകത. 5 പേരെയാണ് നമുക്കിവിടെ അറ്റ് എ ടൈം ചികിത്സിക്കാൻ പറ്റുക. അതിൻ്റെ ഭാഗമായിട്ട് മൾട്ടിപാരാ മോണിറ്റർ, 2 ഡീഫിബ്രിലേറ്റർ ഉണ്ട്. ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു പേഷ്യൻറ്റിനെ നമുക്ക് ട്രീറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഈ ICUവിൽ നിലനിൽക്കുന്നുണ്ട്. മികച്ച ലബോറട്ടറി, ഫാർമസി, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയും സന്നിധാനത്തെ സർക്കാർ ആശുപത്രിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 സന്നിധാനം. കള്ളൻ പവിത്രൻ ഒരു പഴയകാല സിനിമയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കള്ളൻ പവിത്രൻ പുനരാവിഷ്കരിക്കപ്പെട്ടു. സിനിമയായല്ല, ശരിക്കും കള്ളനായി. പവിത്രന്റെ വരവ് പോലീസ് അകമ്പടിയോടെ കൈകളിൽ വിലങ്ങ് അണിഞ്ഞുകൊണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് കള്ളനെ കൊണ്ടുവന്നത് തെളിവെടുക്കാനല്ല, തൊണ്ടി മുതൽ കണ്ടുപിടിക്കാനുമല്ല, പക്ഷേ പൂട്ട് പൊളിക്കാനാണ്. അട്ടക്കുളങ്ങര സബ് ജയിലിനടുത്തെ ഒരു പുതിയ തട്ടുകടയുടെ ഉദ്ഘാടനത്തിനാണ്. കൂടി നിന്നവരിൽ പലർക്കും പോലീസും ജീപ്പും കള്ളനുമെല്ലാം നാടകമായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായത്. പുതിയ കടയുടെ തുടക്കത്തിന് ഇത്തിരി പുതുമയായിക്കോട്ടെ എന്ന് കരുതിയാണ് കടയുടമ ഇങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചത്. ഉദ്ഘാടിച്ച കടയിലേക്ക് സ്വന്തം തൊഴിലുമായി ഏതെങ്കിലും ഒരു കള്ളന് ഏതെങ്കിലും ഒരു രാത്രി ഒരു വരവ് വരണമെന്ന് തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. കാരണം പവിത്ര ഖാനാപീന ഒരു ഉറങ്ങാത്ത കടയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അത്യന്തം അപകടകാരിയും വട്ടനുമാണെന്ന് അമേരിക്കൻ സെനറ്റർ. മാധ്യമപ്രവർത്തകൻ ഖഷോഗിയുടെ കൊലപാതകത്തിൽ മുഹമ്മദ് ബിൻ സൽമാന് നേരിട്ട് പങ്കുണ്ടെന്നും സൗത്ത് കരോളിനയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസി ഗ്രഹാം പറഞ്ഞു. സൗദി യമൽ നടത്തുന്ന സൈനിക നടപടികളെയും വിമർശിച്ച ലിൻസി ഗ്രഹാം സൗദിയുടെ ആയുധ കച്ചവടങ്ങളെ എതിർക്കുമെന്ന് വ്യക്തമാക്കി. ഖഷോഗിയെ വധിച്ചതുൾപ്പെടെയുള്ള സൗദിയുടെ ചെയ്തികൾക്കെതിരെ അമേരിക്ക കൃത്യവും ശക്തവുമായ നടപടിയെടുക്കണമെന്നും സെനറ്റർ ആവശ്യപ്പെട്ടു. ഖഷോഗിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കിരീടാവകാശിയുടെ പങ്ക് സൗദി തള്ളിക്കളഞ്ഞിരുന്നു. കേസിൽ 11 പേരെ സൗദി പ്രതി ചേർത്തിട്ടുണ്ട്.